നമസ്കാരം പ്രിയപ്പെട്ടവർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെടിക്കെട്ട് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. രാഹുലിനെ തീർക്കാൻ ഏറ്റവും അധികം മുൻകൈ എടുത്ത മാധ്യമങ്ങളിൽ മുമ്പിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം എന്ന ചാനലുമാണ്. രണ്ടുപേരുമാണ് ഏറ്റവും വലിയ ആവേശത്തോടു കൂടി ഇവരുടെ ശബ്ദരേഖയൊക്കെ പുറത്തുവിട്ട് ഇത് ഇത്രയും വഷളാക്കിയത്. വാസ്തവത്തിൽ ആ വ്യക്തിയുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ ആരാണ് ഇതിലെ ഇര എന്ന് ലോകത്തെ തിരിച്ചറിയുന്ന തരത്തിൽ ശബ്ദരേഖ പുറത്തുവിട്ടതിനെതിരെ ഇരയായിരിക്കുന്ന പെൺകുട്ടി പരാതി പോലും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളത്തിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും 2 ലേഖകർക്കെതിരെ പരാതി പോലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. രാഹുലിനെ എല്ലാവരും കൂടി ശവമടക്കം നടത്തി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ആവട്ടെ കാണാമറയത്ത് കഴിയുന്നു. രാഹുൽ കാണാമറയത്ത് കഴിയുന്നിടത്തോളം കാലം ഈ വാർത്ത ഇങ്ങനെ മൂപ്പിച്ച് നിർത്താൻ പ്രയാസമാണ്. ഇനി ഈ വാർത്ത മൂക്കണമെങ്കിൽ രാഹുൽ പിടിയിലായി കൈവിലങ്ങ് വെച്ച് നാട്ടിലൂടെ നടക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വരണം. അതുവരെ ഒരു നിശബ്ദതയാണ്. അതുവരെ ജനത്തെ ആകർഷിക്കുന്ന ഒരു വാർത്ത സൃഷ്ടിക്കാതിരിക്കാൻ റിപ്പോർട്ടർ ചാനലിന് എന്തായാലും കഴിയില്ല. മറ്റു മാധ്യമങ്ങളൊക്കെ ഒരു വാർത്തയുണ്ടാകുമ്പോൾ അതിന് പിന്നാലെ പോവുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ പലപ്പോഴും വാർത്ത സൃഷ്ടിച്ച് തന്നെ അവരുടെ റേറ്റിംഗ് ഉയർത്തി നിർത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് വ്യാജ വാർത്തകളുടെ ഒരു വലിയ ഫാക്ടറിയായി റിപ്പോർട്ടർ ചാനൽ മാറിയത്. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയുണ്ടാക്കിയ ധനം കൊണ്ട് ബിനാമിയായി ചാനൽ നടത്തുന്നവർക്ക്, അതായത് ചാനലിൻ്റെ MD എന്നും ചെയർമാൻ എന്നൊക്കെ പറയുന്നത് വ്യാജമാണ്. ആ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം നിയമപരമായി മറ്റു ചിലർക്കാണ്, അവരുടെ ബന്ധുക്കൾക്കാവാം. ബിനാമിയായി ചാനൽ നടത്തി ഈ നാട്ടിൽ വിദ്വേഷവും നുണയും ആവശ്യത്തിലധികം വിളമ്പി അവർ രസിക്കുകയാണ്. അവർക്ക് പുതിയ ഇരയെ കിട്ടണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക, അവരുടെ അടുത്ത ബിഗ് ബ്രേക്കിംഗ് മറുനാടൻ ഷാജനാണ് എന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി റോഷി പാൽ എന്ന ഇവരുടെ വിവാദ റിപ്പോർട്ടറെ മറുനാടൻ ഷാജിനെതിരെയുള്ള എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കാൻ, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ വ്യാജമായി സൃഷ്ടിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. റോഷി പാൽ വളരെ കഷ്ടപ്പെട്ട് ലോകമെമ്പാടുമുള്ള മലയാളികളോട് എന്തെങ്കിലും ഒന്ന് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി റോഷി പാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലേക്കാണ്. ദീർഘകാലം ഞാൻ ബ്രിട്ടനിൽ താമസിച്ച് തിരിച്ചു വന്നതുകൊണ്ടും കൂടെ ഞാൻ ബ്രിട്ടനിലേക്ക് പോകാറുള്ളത് കൊണ്ടും എനിക്ക് എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ അവിടെയുണ്ട് എന്ന നിഗമനത്തിൽ എന്തെങ്കിലും ഒന്ന് തപ്പിയെടുക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് തലപുകച്ച് കഷ്ടപ്പെട്ട് കഴിയുകയാണ് റോഷി പാൽ. റോഷി പാലെ കഴിഞ്ഞ 3-4 ദിവസമായി എല്ലാ ദിവസവും UK-യിലുള്ള പലരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ ചില വിവരങ്ങൾ നൽകണം, അങ്ങനെ ഞങ്ങൾക്ക് മറുനാടൻ ഷാജിനെ തീർക്കണം. അങ്ങനെ അവർ എത്തപ്പെട്ടത് മാഞ്ചസ്റ്ററിന് സമീപം താമസിക്കുന്ന ഷൈനു ക്ലെയർ മാത്യൂസ് എന്നു പേരുള്ള കോട്ടയംകാരിയിലാണ്. 2 പതിറ്റാണ്ടിലേറെയായി ബ്രിട്ടനിൽ താമസിക്കുന്ന ഷൈനു ക്ലെയർ മാത്യൂസ് ഒന്നിലേറെ നേഴ്സിംഗ് ഹോമുകളുടെയും ഒരു വലിയ ഹോട്ടലിൻ്റെയും ഉടമയാണ്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ അവിടെ നടത്തുന്ന ചില പരിപാടികളിൽ ഷൈനുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന ഹോട്ടൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ ഷൈനു OICC എന്ന് പറയുന്ന പ്രവാസി കോൺഗ്രസ് സംഘടനയുടെ ബ്രിട്ടനിലെ പ്രസിഡന്റ് കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഷൈനുവിന് ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവുന്നു. ഷൈനുവിൻ്റെ 2 നേഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ചില ജീവനക്കാർക്ക് ചില ആശങ്കകൾ ഉണ്ടാവുകയും UK-യിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അത് വലിയ തോതിൽ ചർച്ചയാക്കുകയും ചെയ്തു. UK-യിൽ ധാരാളം യൂട്യൂബർമാർ ഇപ്പോഴുണ്ട്. അവരിൽ ചിലരൊക്കെ തമ്മിലുള്ള തർക്കമായി ഇത് മാറിയിരുന്നു. അവരിൽ ചിലരൊക്കെ പറഞ്ഞും പറയാതെയും എൻ്റെ പേരും പറഞ്ഞു. കാരണം ഞാനും ഷൈനും തമ്മിൽ പരിചയമുള്ളതുകൊണ്ട്, ദീർഘകാലമായി ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളവരാണ്. ഷൈനുവിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ എങ്ങനെയെങ്കിലും എന്നെ കൂടി കണക്ട് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ ചിലർ നടത്തിയിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ വിജയിച്ചില്ല. അത്തരക്കാരിൽ ആരെങ്കിലും ആവാം ഒരുപക്ഷെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ബിഗ് ബ്രേക്കിംഗ് ന്യൂസിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഷൈനുവിൻ്റെ സ്ഥാപനങ്ങളൊക്കെ എൻ്റേതാണെന്നും എൻ്റെ ബിനാമിയാണ് ഷൈനു എന്നും വരുത്തി തീർക്കാനുള്ള നീക്കമാണ്. അങ്ങനെ ഷൈനുവിൻ്റെ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും പരാതികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്കെതിരെയുള്ള പരാതിയാക്കി മാറ്റാനുള്ള നീക്കമാണ്. അങ്ങനെ വലിയ ബിഗ് ബ്രേക്കിംഗ് അണിയറയിൽ ഒരുങ്ങുന്നു. ഏറെ വൈകാതെ എനിക്ക് UK-യിൽ കോടികളുടെ ബിനാമി സ്വത്തുക്കളുണ്ട്, അവയെല്ലാം പലരെയും പറ്റിച്ചിരിക്കുന്നു, പലർക്കും പണം നഷ്ടപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ബിഗ് ബ്രേക്കിംഗ് ന്യൂസുകൾ ഉടനടി വരുന്നതാണ്. റിപ്പോർട്ടർ മുതലാളി ആൻഡ്രൂ അഗസ്റ്റിൻ റോഷി പാലിനെ പ്രത്യേകം ചുമതലപ്പെടുത്തിയതായി റോഷി തന്നെ പലരോടും പറഞ്ഞു എന്നാണ് എന്നോട് UK-യിലൂടെ പലരും വിളിച്ചു പറഞ്ഞത്. ഇത്തരമൊരു വാർത്തയോ വാർത്താ പരമ്പരയോ റിപ്പോർട്ടർ ചാനൽ വരുന്നതിനെക്കുറിച്ച് എനിക്കൊരു അത്ഭുതമോ ആശങ്കയോ ഇല്ല. കാരണം റിപ്പോർട്ടർ ചാനൽ എന്നാൽ ഞാനടക്കമുള്ള മലയാളികൾ മനസ്സിലാക്കുന്ന വ്യാജ വാർത്താ ഫാക്ടറി എന്നാണ്. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തും ചെയ്യും. എന്തിനേറെ ഒരു SP-യെയും DYSP-യെയും CI-യെയും പോലും ഒരു വ്യാജ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. പോലീസ് ഓഫീസറോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ എന്നെ പോലൊരാളോട് അതിനപ്പുറവും ചെയ്യുമല്ലോ. ഇതിലൊന്നും ഒരു പുതുമയും ഞാൻ കാണുന്നില്ല. 5 വർഷം മുമ്പ് ശ്രീകണ്ഠൻ നായർക്ക് ഇതേ രോഗമുണ്ടായിരുന്നു. അന്ന് ശ്രീകണ്ഠൻ നായർക്കെതിരെയും 24-നെതിരെയും ചില വാർത്തകൾ കൊടുത്തതിന് പക തീർക്കാൻ വേണ്ടി എനിക്കെതിരെയും എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും തുടർച്ചയായി വാർത്തകൾ കൊടുത്തു.
ഒടുവിൽ നാട്ടുകാർ ചീത്ത വിളിച്ചപ്പോൾ കമന്റ് ബോക്സ് അടച്ചുപൂട്ടി കണ്ടം വഴി ഓടേണ്ടി വന്നു അവർക്ക്. ഇല്ലാ കഥകൾ ഉണ്ടാക്കാനും നുണകൾ പ്രചരിപ്പിക്കാനും ആര് വിചാരിച്ചാലും സാധിക്കും. അന്ന് 24 ന്യൂസ് കൊടുത്ത വാർത്തകൾക്കെതിരെ ഞങ്ങൾ കൊടുത്ത കേസ് ഇപ്പോൾ കോടതിയിൽ തുടരുകയാണ്. റിപ്പോർട്ടർ ചാനലിന് പിന്നെ കേസൊന്നും പുത്തരിയല്ല. വയനാട് മാത്രം അവർക്കെതിരെ 50-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. അതിൽ പലതിലും അവർ ജാമ്യം പോലും എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേസൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് അവർ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. എന്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചാലും ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്, ഏറ്റവും വലിയ വിപത്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർ എന്ന് അവകാശപ്പെടുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. തട്ടിപ്പ് മാത്രം ശീലിച്ച് തട്ടിപ്പിലൂടെ ധനം സമ്പാദിച്ച് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങി മുമ്പോട്ട് പോകുന്ന ഇവരെ ചങ്ങലക്കിടേണ്ടത് ആവശ്യമാണ്. 24 ന്യൂസും മറുനാടനും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടും റിപ്പോർട്ടർ ചാനൽ തട്ടിപ്പുകൾക്കെതിരെ 24 ന്യൂസ് നിലപാടെടുത്തപ്പോൾ അതിനെ പിന്തുണച്ചത് 24 ന്യൂസും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾക്കിടയിലെ പ്രശ്നം മാത്രമാണ്. എന്നാൽ റിപ്പോർട്ടർ ചാനൽ ഈ നാടിന് മുഴുവൻ വിപത്തായതുകൊണ്ടാണ്. 24 ന്യൂസിന്റെ ചെയർമാനായ ആലിംഗൽ മുഹമ്മദിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല. എന്നാൽ റിപ്പോർട്ടർ ചാനൽ ശ്രീകണ്ഠൻ നായരോടുള്ള അവരുടെ പക വീട്ടാൻ ആലിംഗൽ മുഹമ്മദ് 2000 കോടി രൂപ മോഷ്ടിച്ചു എന്ന വ്യാജ വാർത്തയുമായി രംഗത്ത് വന്നു. ഇത്തരം ഏത് വാർത്തയും ആർക്കെതിരെ എഴുതാൻ ഒരു ഉളുപ്പുമില്ലാത്തവർ മറുനാടിനെതിരെ എന്തും എഴുതി പിടിപ്പിക്കും, എന്തും പറഞ്ഞ് പ്രതിഫലിപ്പിക്കും എന്നൊരു തർക്കവുമില്ല. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ബിഗ് ബ്രേക്കിംഗ് നോക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ നുണവാർത്തകൾ എഴുതി ഒപ്പിക്കുന്നത് എന്നതിന് കൃത്യമായ തെളിവാകുമല്ലോ ഞങ്ങളെക്കുറിച്ച് എഴുതാൻ പോകുന്നത്. കാത്തിരിക്കുകയാണ്. ഒട്ടും വൈകാതെ നിങ്ങളുടെ നുണസാഹിത്യം കാണാൻ. എങ്ങനെയാണ് നുണകളൊക്കെ നിങ്ങൾ സത്യമാണെന്ന് നിങ്ങളുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാൻ. വെറുതെയുള്ള കാത്തിരിപ്പല്ല, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. കാരണം മറുനാടൻ മലയാളിയെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നതിന് 5 വർഷം മുമ്പ് ശ്രീകണ്ഠൻ നായർ നടത്തിയ പരിശ്രമം ഞങ്ങളിപ്പോഴും വിസ്മരിക്കുന്നില്ല. മറുനാടിൻ്റെ പേര് പറയാൻ പോലും ആളുകൾ മടിച്ചിരുന്ന കാലത്ത് ആദ്യമായി മറുനാടിൻ്റെ പേരും എൻ്റെ പേരും തുടർച്ചയായി പറഞ്ഞുകൊണ്ട് അന്ന് ചെയ്ത വാർത്താ പരമ്പരകളാണ് ഞങ്ങളെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചതും ലോകം മുഴുവൻ വളർത്തിയതും. റിപ്പോർട്ടർ ചാനൽ പോലെ ഇന്ന് ബാർക്ക് റേറ്റിംഗിൽ 2ാമത് നിൽക്കുന്ന ചാനൽ മറുനാടിൻ്റെയും എൻ്റെയും പേര് തുടർച്ചയായി എയർ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സും സ്വീകാര്യതയും പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർ ഞങ്ങളുടെ പ്രേക്ഷകരല്ല, അവർ മറുനാടൻ വിരുദ്ധ പ്രേക്ഷകരാണ്. അവരിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ നടത്തുന്ന ഈ പരിശ്രമം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ നുണക്കഥകൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ. ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഇത്തരം പ്രതികരണങ്ങൾ കൊണ്ട് നിറയ്ക്കരുതേ എന്ന് പല പ്രേക്ഷകരും പറയാറുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾക്കെതിരെ കൊടുക്കാൻ പോകുന്ന വാർത്തയ്ക്ക് അതാത് ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ മറുപടി ഉണ്ടാവും. മറുനാടൻ മലയാളി എന്ന ഈ ചാനലാവില്ല, മറുനാടൻ സ്പെഷ്യൽ എന്ന ഞങ്ങളുടെ ചാനലാവും. മറുനാടൻ സ്പെഷ്യൽ പുതിയ ചാനലാണ്. അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾക്കെതിരെ വാർത്ത വല്ലതും വന്നാൽ അതിന് മറുപടി കേൾക്കാൻ ദയവായി നിങ്ങൾ മറുനാടൻ സ്പെഷ്യൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടേക്ക് പോകണം. അതിലായിരിക്കും ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത്. മറുനാടനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം മറുനാടൻ സ്പെഷ്യലിലൂടെ ആയിരിക്കും ജനങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് മറക്കാതെ ഇതുകൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക.